മാഷെ ഇന്നലെ വൈകിട്ട് നമ്മുടെ രാജ്യത്തെ നടുക്കുന്ന ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു. അതിനെ തുടർന്നുള്ള വാർത്തകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ കോടതി വളപ്പിന് പുറത്ത് ഒരു കാർ ബ്ലാസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നിൽ ആര് ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ഇത് ഉരുളക്കുപ്പേരി പോലെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമ്മൾ നമ്മുടെ രാജ്യത്തുണ്ടായ പഹൽഗാം അറ്റാക്കിന് മറുപടി കൊടുക്കാൻ നമ്മൾ എടുത്തത് ഇത്ര മാസമാണെന്ന് നമുക്കറിയാമല്ലോ. കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തത്. അപ്പോൾ ഇവിടെ താലിബാൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഇന്ത്യ ആണോ എന്നുള്ള സംസാരം വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം സാഹചര്യം അതാണ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമോ, അതോ അതല്ലാതെ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു മഹാദുരന്തം അതിനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഊഹം പറയുന്നത് മോശമായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്നലെ നമ്മുടെ ചെങ്കോട്ടയുടെ അല്ലേ ചെങ്കോട്ടയുടെ പരിസരം ചാന്ദിനി ചൗക്കിലുണ്ടായ ചെങ്കോട്ടയിൽ അപ്പോൾ ഡൽഹിയിലുണ്ടായ സ്ഫോടനം സമാനമാണ്. ഇപ്പം ഞാൻ രണ്ടിൻ്റെയും സ്വഭാവം നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് ഒരു കാറ് കൊണ്ടുപോയി വലിയ തിരക്കുള്ള സമയം നോക്കിയിട്ട് ഏറ്റവും തിരക്കുള്ള സമയം നോക്കി ഏറ്റവും കൂടുതൽ ആളുകൾ ക്രൗഡായ സമയത്ത് ഏറ്റവും കൂടുതൽ കാറുകൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ആ പാർക്കിങ്ങിൻ്റെ ഇടയിലേക്ക് ഒരു കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു. അതിനകത്ത് സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നു. പരിസരത്ത് ഏതാണ്ട് 22 കാറുകൾ കരിഞ്ഞ് കത്തിപ്പോകുന്നു, അല്ലെങ്കിൽ പരിക്കേൽക്കുന്നു. ഒരുപാട് ആളുകൾക്ക് പരിക്ക് ഉണ്ട്. 11 പേരും എത്ര പേരെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പല കണക്കും പറയുന്നത് 8 എന്ന് 9 എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും ഇതാണ് അവിടുത്തെ ഒരു ചിത്രം. ഇതിലിപ്പോൾ കൗതുകം തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് സംഭവിച്ച് 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ, ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇതുണ്ടായി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ തലസ്ഥാനത്ത് തന്നെ ഇസ്ലാമാബാദിൽ ഇതുപോലൊരു സ്ഫോടനം അവിടുത്തെ ഒരു കോടതിയുടെ മുമ്പിൽ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു നഗരത്തിൽ ഒരു പ്രദേശത്ത്, ഇസ്ലാമാബാദിൽ തിരക്ക് പിടിച്ചൊരു പ്രദേശത്ത് ഒരു പ്രാദേശിക കോടതി, നമ്മുടെ ഈ മുനിസിപ്പൽ കോടതി എന്നൊക്കെ പറയുന്ന ഒരു കോടതിയുടെ മുമ്പിൽ ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്ന ജനത്തിരക്കേറിയ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തൊരു കാർ ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നു. അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഇതേപോലെ കുറേ കാറുകൾക്ക് പരിക്കേൽക്കുന്നു. കുറേ ആളുകൾ മരണം എത്ര 12 പറയുന്നത് 11 വ്യക്തമായിട്ട് പുറത്തു 12 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഒക്കെ ഏതാണ് ഇപ്പോഴത്തെ കണക്കൊന്നും പ്രാഥമികമായ കണക്കുകൾ ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷെ സമാനമായ ഒരു സംഭവം പെട്ടെന്ന് നടന്നിരിക്കുന്നു. അതും ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇന്ത്യൻ തലസ്ഥാനം പാകിസ്ഥാൻ തലസ്ഥാനം. കാർ ബോംബ് ഈ ചാവേർ സ്ഫോടനം എന്ന് വെച്ചാൽ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് പോയതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാർ ചാവേറുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു ചിത്രം രണ്ടും ഈ സമയത്ത് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ആവാം? ദുരന്തങ്ങളെക്കുറിച്ച് ഊഹങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളും ഇവിടുത്തെ വസ്തുതകൾ പുറത്തുവിടണം, അവിടുത്തെ വിവരങ്ങളും പുറത്തു വരണം. ഇതിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ലോജിക്ക് വെച്ചുള്ള ഒരു സാധ്യത, ഇതിൽ ഒരു സൂചന പാകിസ്ഥാനിലെ ഏറ്റവും ഒടുവിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച്. ഇന്ത്യയിലെ സ്ഫോടനം നമുക്ക് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ, ആരാവാം. തീർച്ചയായിട്ടും ഡൽഹിയിലും ബോംബെ എന്ന മഹാനഗരത്തിലും ഇന്ത്യൻ പാർലമെന്റിലും ഒക്കെ സ്ഫോടനം നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ ഭീകര പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ ചരിത്രം. അതുകൊണ്ട് അവരിലേക്ക് നമ്മൾ അന്വേഷണം പെട്ടെന്ന് പോകും. ഒന്ന്. രണ്ടാമത്തേത്, ഡൽഹിയിലും പരിസര പ്രദേശത്തുമായി ഒരു ഡോക്ടർ ഉൾപ്പെടെയുള്ള 4-5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അവരാണെങ്കിൽ ഷവർമ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടറാണ്. ചൈനയിൽ പോയി മെഡിസിൻ പഠിച്ചു വന്ന ഡോക്ടർ ഇവിടെ ഷവർമ ബിസിനസ് നടത്തുകയാണ്. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ ഈ പറഞ്ഞ ടെറർ ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിന്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. വൈറ്റ് കോളർ ടെററിസം. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതെ തീർച്ചയായിട്ടും എന്ത് പേരിട്ടാലും ഈ ആഗോള ഈ ഭീകരവാദ ബന്ധമുണ്ട് എന്ന് ന്യായമായും സംശയിക്കുന്ന തെളിവുകളോടെ ആയിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്തത്. ഇവരെ അറസ്റ്റ് ചെയ്തതിന്റെ റെസ്പോൺസ് ആണോ ഇത്? അറസ്റ്റ് ചെയ്തതിന്റെ 24 മണിക്കൂറിനുള്ളിലാണ് ഡൽഹിയിൽ സ്ഫോടനം. അപ്പോൾ അതിന്റെ റെസ്പോൺസ് ആണോ ഇത് എന്ന് ന്യായമായും സംശയിക്കാം. ഇതോടുകൂടി ഒരു കാര്യം കൂടി പറയാം മാഷേ. 30 ദിവസത്തിനുള്ളിൽ 8 ഭീകരാക്രമണ സാധ്യതകളാണ് നമ്മൾ ഇല്ലാതെയാക്കിയത്. 8 എണ്ണം നമ്മൾ ഇല്ലാതെയാക്കിയിട്ടുണ്ട് കരുതലോടുകൂടി തന്നെ. പക്ഷെ ഒരെണ്ണം സംഭവിക്കുകയും ചെയ്തു. അതെ, ഒന്ന് സംഭവിച്ചു. മാത്രമല്ല തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇവൻ്റെ ഒക്കെ ലഷ്കർ-എ തൊയ്ബയുടെ, ജയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ താവളങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇടിച്ച് നിലംപരിശാക്കിയിട്ടുണ്ട് നമ്മൾ.
തീർച്ചയായിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് ഈ ഉഗ്രപ്രതികാരത്തിൻ്റെ പ്രതിജ്ഞയെടുത്ത ചാവേർ ബോംബുകൾ ലോകമാസകലം പറന്നു നടക്കുന്നുണ്ടാവും. അതെ. അവനൊക്കെ ഏത് നേരത്തും നുഴഞ്ഞു കയറി ഇന്ത്യയിൽ വരാം. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ജാഗ്രത ശരിയാണ്. പല പ്ലോട്ടുകളും തകർത്തിട്ടുണ്ടാവാം. എന്നിട്ട് അതിൽ നിന്ന് കണ്ണ് വെട്ടിച്ച് പോയിട്ടായിരിക്കണം ഇന്നലെ ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും. സ്വാഭാവികമാണ്. ഇതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് യാഥാർത്ഥ്യവുമാണ്. അതിപ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട യാതൊരു കാര്യമില്ല. സ്വാഭാവികമായ സംഗതിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് പാകിസ്ഥാനിൽ 24 മണിക്കൂർ ആലോചിച്ച് നോക്കൂ. ഈ 4-5 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പ്രതികാരം എന്നോണം ഒരു സ്ഫോടനം ഉണ്ടായി എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ അതാരാവണം? ഇത് സംഭവിച്ച് ഉടനെ തന്നെ 24 മണിക്കൂറിനകം പാകിസ്ഥാനിൽ പോയി അതേപോലെ സമാനമായൊരു സ്ഫോടനം ഉണ്ടാകുന്നു. സംശയിക്കാവുന്ന ഒരു കാര്യം, പാകിസ്ഥാനിൽ ഈ സ്ഫോടനത്തിൻ്റെ പിന്നിൽ ആരാണ് എന്നതിൻ്റെ ഒരു സൂചന ഇന്നത്തെ വാർത്തകളിലുണ്ട്. സൂചന മാത്രമാണ്, അതും പ്രാഥമികമായ വിവരങ്ങളാണ്, ഊഹമാണ്. ഇപ്പം ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ പക്തൂണിസ്ഥാൻ മേഖലയുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ പക്തൂണിസ്ഥാൻ മേഖലയിൽ ശക്തിപ്പെട്ട് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ ബന്ധമുള്ള പിന്തുണയുള്ള പക്തൂണി തീവ്രവാദികളാണ് പാകിസ്ഥാൻ സ്ഫോടനത്തിൽ എന്ന് പറയുന്നുണ്ട്. അതൊരു ഊഹമാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കണം ഡൽഹിയിൽ ഇത് നടത്തിയത്? ഡൽഹിയിൽ വന്നിട്ട് സ്ഫോടനം നടത്തിയത് ആരായിരിക്കണം? പാകിസ്ഥാനിൽ സ്ഫോടനം നടത്തിയത് ആരാണ്? ഇതിനകത്ത് ഊഹിക്കാവുന്ന ഇവരുടെയൊക്കെ ഈ ദുഷ്ടബുദ്ധിയിൽ വിരിയാവുന്ന ഒരു കാര്യം, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സമീപകാലത്ത് ഒരു വലിയ ബന്ധം ഉണ്ടായിട്ടുണ്ട്. രണ്ടു കൂട്ടരുടെയും പൊതുശത്രുവായി പാകിസ്ഥാനുണ്ട്. ഒരേ സമയം ഈ പാകിസ്ഥാനെയും ഇന്ത്യയെയും, പാകിസ്ഥാനിൽ സ്ഫോടനം ഉണ്ടാക്കുന്നു, അതിൻ്റെ തലേന്ന് ഇന്ത്യയിൽ സ്ഫോടനം ഉണ്ടാക്കുന്നു. ഈ രണ്ടിനെയും ഒരേപോലെ ടാർഗറ്റ് ചെയ്യുന്നത് ആരാവും? US ആയിരിക്കും. അത് ഇതിൽ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ആരാണ് ഇവരെ തമ്മിൽ തല്ലിക്കുന്നത്? ഇത് വാർത്ത വന്നപ്പോൾ മുതൽ മനസ്സിലുള്ള ഒരു സംശയമായിരുന്നു മാഷേ. ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ പറയുന്നത് ഇതൊക്കെ ഈ ചെന്നായകളെ അങ്ങനെ ഉണ്ടല്ലോ, കുഞ്ഞാടുകളെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര നക്കി കുടിക്കാൻ കാത്തിരിക്കുന്ന ഒരു ചെന്നായ ഉണ്ടല്ലോ. എപ്പോഴും ലോകത്തിലെ എല്ലാ ഭീകരാക്രമണങ്ങളുടെ പിന്നിലും അവനുണ്ട്. ആരായിരുന്നു ബിൻ ലാദന് അവസാനത്തെ അത്താഴം കൊടുത്തതെന്ന് നോക്കിയാൽ മതി. അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുമ്പോൾ ആരാണ് പിന്നെ അവൻ്റെ താവളം മാന്തി എടുത്തിട്ട് അവനെ കൊണ്ടുപോയി കൊന്നിട്ട് നടുക്കടൽ കൊണ്ടുപോയി ആഴ്ത്തിയത് ആരാണ്? അപ്പോൾ ഭീകരവാദിയെ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്ന ആരാണെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിലൊരു സാമ്രാജ്യത്വത്തിൻ്റെ കൈ കാണാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അത് വേറൊന്നുമല്ല, ഈ ഇന്ത്യയിൽ വീണ്ടും ഇതാ പാകിസ്ഥാൻ ആക്രമണം തുടരുന്നു, ഭീകരാക്രമണം തുടരുന്നു എന്ന് അവർ വരുത്തണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോഴും ദുർബലനല്ല. അതേ സമയത്ത് തന്നെ പാകിസ്ഥാന് പോയി ഒരു അടി കൊടുക്കണം. അത് അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികളുടെ പേരിൽ, ഇനി അവരെ അറിഞ്ഞായാലും അല്ലെങ്കിലും അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികൾ തന്നെ ചെയ്തു എന്ന് വരുത്തണം. എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെയും കൂടി പിന്തുണയോടുകൂടി പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നു എന്ന തോന്നലുണ്ടാക്കണം. ആ ഒരു ശ്രമമായിരിക്കണം നടക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ തൽക്കാലം അത്രേ ഊഹിക്കാൻ പറ്റുള്ളൂ. പലരും ഇതിനൊക്കെ അപ്പം തന്നെ തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനുകളാണ്. പക്ഷെ അത് എത്രത്തോളം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന വിഷയങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് കൂടി നമ്മൾ അത് വളരെ ബാലിശമാണ്. കാരണം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് രീതി അതല്ല, ഇന്ത്യയുടെ സംസ്കാരവും അതല്ല. കാരണം ഇവിടെ ആരെങ്കിലും വന്ന് നിരപരാധികളെ കൊന്നാൽ നമ്മൾ അവിടെ പോയി പാകിസ്ഥാനിലെ നിരപരാധികളെ കൊന്നിട്ടില്ല. ആരാണ് അക്രമി എന്ന് കൃത്യമായി ട്രേസ് ഔട്ട് ചെയ്ത് അവൻ്റെ താവളം ഏതാണെന്ന് കണ്ടുപിടിച്ച് അവനെ തന്നെ പോയി കൃത്യമായിട്ട് അവൻ്റെ കുറ്റി തകർത്ത് പോരുക ചെയ്യുക. ഇന്ത്യയുടെ രീതി അതാണ്. അല്ലെങ്കിൽ പ്രജിത് ഒന്ന് ആലോചിച്ച് നോക്കൂ, പെഹൽഗാമിൽ വന്നിട്ട് നമ്മുടെ പാവങ്ങളായ 26 പേരെ അല്ലേ, 26 മനുഷ്യരെ, അതിൽ ഒരു നേപ്പാളി ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഇന്ത്യക്കാരാണ്. ഈ ഇന്ത്യക്കാരെ കൊന്നതിന് പകരം 2500 പേരെ പോയി കൊന്നൂടെ പാകിസ്ഥാനിൽ? അത് ഇന്ത്യക്കാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇന്ത്യൻ പട്ടാളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെയ്തില്ലല്ലോ. അത് മനുഷ്യപ്പറ്റുകൊണ്ടാണ്. നമ്മൾ ആത്യന്തികമായി നമ്മുടെ സംസ്കാരം അതായതുകൊണ്ട് നമ്മളെന്താ ചെയ്ത്, ആരാണ് കൊന്നവനെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സമയമെടുത്തു. പോയിട്ട് അവൻ്റെ താവളം തകർത്തിട്ട് പോന്നു. അപ്പോൾ മനസ്സിലായി അവനെ ആരാണ് പോറ്റുന്നതെന്ന്. അവൻ്റെ ഫ്യൂണറലും അവൻ്റെ മയ്യത്തും അവൻ്റെ ശവവും അവന് വേണ്ടി നിലവിളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് വന്നു. അസീം മുനീർ ഉൾപ്പെടെയുള്ളവർ വന്നു, അവിടുത്തെ ഗവർണർ വന്നു. അപ്പോൾ മനസ്സിലായി ഇവരാണ് ഭീകരവാദികളെ പോറ്റുന്നത്. പലയിടത്തും നമ്മുടെ ബ്രഹ്മോസും ഒക്കെ ചെന്ന് തകർത്തപ്പോൾ പലരുടെയും കോളുകളും പെട്ടെന്ന് വന്നു. വന്നല്ലോ കൃത്യമായിട്ട് വന്നല്ലോ. മാത്രമല്ല നമ്മൾ പിന്നെ ലോകം മുഴുവൻ നടന്ന് കൃത്യമായി ബോധിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ സ്റ്റാൻഡ് എടുത്തത്. ഇന്ത്യ സ്റ്റാൻഡ് എടുത്തതിൽ എന്താണ് തെറ്റ്? ഞങ്ങൾ ഒരു നിരപരാധിയെങ്കിലും കൊന്നോ? ഇല്ലല്ലോ. ഞങ്ങളുടെ നിരപരാധിയെ കൊന്നത് ആരാണ്? എന്തായിരുന്നു ഇവൻ്റെ താല്പര്യം? അതുകൊണ്ടാണ് ഇന്ത്യക്ക് മുമ്പിൽ ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ അന്തസ്സോടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഇന്ത്യ ചെയ്താണ് ശരി എന്ന് വിത്ത് എവിഡൻസ് ആണ്. അതാണ് എൻ്റെ കാര്യം. അതായത് ഇപ്പോൾ നടന്നതിൻ്റെ പിന്നിൽ സംശയിക്കണം. ഇത് വളരെ പ്ലാൻഡ് ആണെന്ന് വേണം കരുതാൻ.
അത് തീർച്ചയായിട്ടും ഈ ചാവേറുകളുടെ ബുദ്ധിമോശം മാത്രമാവാൻ ഇടയില്ല അതിൻ്റെ പിന്നിൽ. അതിൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രങ്ങളെ തീർച്ചയായിട്ടും വല്ലാതെ വൈകാതെ പുറത്തു വരുമെന്ന് വേണം കരുതാൻ. ആരൊക്കെ ആയിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യക്ക് ഇതൊന്നും ഇനിയൊരു പുത്തരിയല്ല. ഇന്ത്യ ഇത് എപ്പോഴും ജാഗ്രതയോടെ കാത്തിരിക്കുന്നുണ്ട്. ഏതു നേരത്തും ഏത് ഓപ്പറേഷനും സന്നദ്ധമാണ് ഇന്ത്യയുടെ സേനയും സുരക്ഷാ വിഭാഗവും. കൊടുക്കേണ്ടത് ഇസ്ലാമാബാദിലോ കറാച്ചിയിലോ എവിടെ ചെന്ന് കൊടുക്കാനും ഇന്ത്യക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ത്യ കൊടുക്കുമെന്ന് തന്നെ കരുതാം. പക്ഷേ വെയിറ്റ് ആൻഡ് സീ, കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് ഒരു നിരപരാധിയെ ഉപദ്രവിക്കാൻ പാടില്ല നമുക്ക് നിർബന്ധമുണ്ട്. അതാണ് ഇന്ത്യൻ കൾച്ചർ. നമുക്ക് കാണാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. ഊഹങ്ങളിലേക്ക് തൽക്കാലം നമ്മൾ പറന്നു പോകുന്നില്ല. കാരണം ഊഹങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ തിരിച്ചെത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ സത്യം മറിച്ചാണെന്ന് വന്നാലും കാണാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.